എന്താ നോട്ടം കണ്ടില്ല ഞാനേടെ. ഹലോ ഗായ്സ്, ഇന്ന് തൃശ്ശൂർ പൂരത്തിന് രാത്രി ദിവസമാണ്. രാത്രി ഞങ്ങൾ 10-11 മണിയൊക്കെ ആയപ്പോൾ പന്തൽ കാണാൻ ഇറങ്ങിയതാണ്. അപ്പോഴാണ് രണ്ട് ആണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു കിടിലൻ ഷോട്ട് കിട്ടിയത്. ഇത് പാറമേക്കാവ് അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗമാണ്. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും തൃശ്ശൂർ പൂരത്തിന് രാത്രി പന്തൽ കാണാൻ വേണ്ടി ഇറങ്ങാറുണ്ട്. ഇത് പാറമേക്കാവിന്റെ പന്തലാണ്. ഇങ്ങനെ ഫാമിലിയൊക്കെ ആയി നടന്ന് കാണുന്ന ഒരു ഫീൽ ഉണ്ട്. അത് വേറെ തന്നെയാണ്. അത് വണ്ടി ഇരുന്ന് കാണുമ്പോൾ കിട്ടത്തില്ല. ഇരുവശത്തുമുള്ള കച്ചവടങ്ങൾ കണ്ടും വാങ്ങിച്ചും ആസ്വദിച്ചും പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇങ്ങനെ നടന്നു പോകാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് അല്ലേ. ഇതും തിരുവമ്പാടിന്റെ പന്തലാണ്. രാത്രിയിലെ വെടിക്കെട്ടില്ലാണ്ട് പോലും നല്ല തിരക്കായിരുന്നു. പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു അവിടെ. മൂന്ന് പന്തലിനും അതിൻ്റെതായ വ്യത്യസ്തതയും പുതുമയും പിന്നെ ഭംഗിയും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏത് പന്തലാണ് ഇഷ്ടപ്പെട്ട? ഇതും തിരുവമ്പാടിയുടെ പന്തലാണ്. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് കൊച്ചി രാജ്യത്തിന്റെ രാജാവായ ശക്തൻ തമ്പുരാൻ ആണ്. മലയാള മാസമായ മേടത്തിലെ പൂരം നക്ഷത്രത്തിൽ നടക്കുന്ന വാർഷിക ആഘോഷമാണിത്. ലോകത്തിന്റെ ഇരു കോണുകളിലുമുള്ള ജനങ്ങൾ പൂരങ്ങളിലെ പൂരമായ തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടി ഒഴുകിയെത്തുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യത്തെ പൂരം അടിച്ചു പൊളിക്കാൻ പറ്റി. ഇനി അടുത്ത പൂരം ഏപ്രിൽ 17, 2027 നമുക്ക് ആ ദിവസത്തിന് കാത്തിരിക്കാം. തൃശ്ശൂർ പൂരം അന്നും ഇന്നും മലയാളികളുടെ ഒരു വികാരമാണ്.